ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മളൊരു പള്ളിയിൽ പെരുന്നാളിന് വന്നിട്ടുള്ളതാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പള്ളി. അപ്പോൾ അവിടെ വന്ന് ഞങ്ങൾ നേർച്ചയ്ക്കിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് പിന്നെ പള്ളിയുടെ അവിടേക്ക് ഒന്ന് കറങ്ങി കുറച്ച് നേരം നിന്ന് അവിടേക്ക് അങ്ങനെയൊക്കെ നിന്ന് സമയം കളഞ്ഞ് നമ്മൾ ഏകദേശം ഒരു 9:45 കൂടി പള്ളിയിൽ എത്തിയിട്ടുണ്ടാവും. 10 മണി ഏകദേശം ഒരു 11:30-12 മണിക്കുള്ളിലാണ് അമ്പുകളും കാര്യങ്ങളൊക്കെ കയറി തുടങ്ങിയത്. അപ്പോൾ നമ്മൾ പള്ളിയിലൊക്കെ ഒന്ന് കണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മളൊന്ന് ആസ്വദിച്ച് അവിടെ ഇങ്ങനെ നിന്ന് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. പള്ളിയുടെ ഫ്രണ്ടിൽ കുറച്ച് നേരം എല്ലാവർക്കും ഒന്ന് കണ്ട് വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ നിന്ന് അത് കഴിയുമ്പോഴാണ് പള്ളിയുടെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മുടെ ഒരു സ്കൂളിലാണ് നമ്മുടെ എന്താ പറയുക ഈ കളിപ്പാട്ടങ്ങൾ, മാല, വള, ഫുഡ് ഐറ്റംസൊക്കെ കൊടുക്കുന്ന സ്ഥലം അവിടെയാണ്. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള തീരുമാനത്തിൽ ഞങ്ങൾ അങ്ങോട്ട് എത്തി. അപ്പോൾ അവിടെ നിന്നുള്ള വിശേഷങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറേ കടകളുണ്ട് കേട്ടോ, അങ്ങനെ മാല, വള, തൊപ്പി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കണ വെറൈറ്റി കടകളുണ്ട്. ഐസ്ക്രീം, അതുപോലെ കരിമ്പൻ ജ്യൂസ്, അതുപോലെ കോളിഫ്ലവർ കട, ചായക്കട, അങ്ങനത്തെ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ പെരുന്നാൾ, പൂരം എല്ലാം പോകുമ്പോൾ നമ്മൾ മെയിനായിട്ട് ചില്ലി ഗോബി അങ്ങനത്തെ സാധനങ്ങൾ കഴിക്കാറുണ്ട്. അതാണ് മെയിൻ ഫേവറേറ്റ്. അപ്പോൾ അത് കഴിക്കാമെന്നുള്ള പ്രതീക്ഷയിൽ വീണ്ടും തിരിച്ച് അങ്ങോട്ട് നടന്നു. അവിടെ ചെന്നിട്ട് ഇപ്പോൾ കാത്തുമണിക്ക് കോളിഫ്ലവർ വേണം. അതിൻ്റെ ഇടയിൽ മാല, വള, പൊട്ട് സാധനങ്ങളൊക്കെ നോക്കിയിട്ടാണ്. അതൊക്കെ നോക്കിയിട്ട് കാത്തുന് മോതിരം വേണമെന്ന് പറഞ്ഞു. മോതിരം കടയിൽ കയറി. അപ്പോൾ അവളുടെ സൈസിനുള്ള മോതിരം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതൊന്നും കിട്ടണില്ല. എവിടെ പോയാലും കിട്ടാറില്ല മോതിരം കറക്റ്റ് സൈസിനുള്ളത്. ഓക്കെ, അപ്പം അങ്ങനെ അതൊക്കെ കുറേ നേരം നോക്കി നിന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കിട്ടാണ്ടായപ്പോൾ അടുത്ത കടയിൽ കയറി, വള, മാല കടയിൽ. അവിടെ കയറിയപ്പോൾ അതും ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ഒക്കെ വെച്ച് നോക്കി അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നോക്കി അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഞങ്ങൾ പോയിട്ട് കാത്തുപണി പറഞ്ഞു കോളിഫ്ലവർ ചില്ലി ഗോബി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നേരം പോകണല്ലോ, 11:30 ആവണം ഏകദേശം അമ്പ് വരണമെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള സമയം അവിടെ സ്പെൻഡ് ചെയ്ത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കിടന്നു. ചില്ലി ഗോബി വാങ്ങി ഒരെണ്ണം കൊടുത്തു. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സീനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അനിയനും അനിയത്തിയും മോനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ കൂടെ. അപ്പോൾ അവർ അനിയൻ അവിടെ കരിമ്പിൻ ജ്യൂസ് കുടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ച് ഞങ്ങളിങ്ങനെ കണ്ട് അവിടെ നിന്നുള്ള പള്ളിയിലെ ഫ്രണ്ടിലത്തെ വ്യൂ ആണ് കേട്ടോ കാണുന്നത്. കപ്പോള, അതുപോലെ പള്ളിയിലെ ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഒരു DJ ടീം വന്നു. അപ്പോൾ അത് അങ്ങനത്തെ അടുത്ത് കാണാൻ പറ്റിയത് ആദ്യമായിട്ടാണ്. അപ്പോൾ തിരക്കൊക്കെ കൂടി തുടങ്ങി, ഏകദേശം വരേണ്ട സമയം അടുത്ത് തുടങ്ങി. അപ്പോൾ അങ്ങനെ റോട്ടിലേക്ക് ഇറങ്ങി നിന്നു. അപ്പോഴാണ് ഒരു DJ ടീം വന്നത്, പാട്ടും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കണ്ടു നിന്നു. പിന്നെ എന്താ പറയുക, ആ പേപ്പർ കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത പേപ്പർ കൊണ്ടുള്ള സംഭവമുണ്ട്. അതൊക്കെ ഇത്ര അടുത്ത് കണ്ടത് ആദ്യമായിട്ടാണ്. ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇവരൊക്കെ ആദ്യമായിട്ട് കാണുന്നത്. അതിൻ്റെ സന്തോഷം ഇവർക്ക് ഉണ്ടായിരുന്നു. അത് നല്ല നല്ല രസമുണ്ട് കാണാനായിട്ട്. കണ്ട അടിപൊളിയാണ്. അത് ആ ലൈറ്റും സ്മോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അത് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയാണ്. അപ്പോൾ അത് കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അമ്പുകൾ കാര്യങ്ങളൊക്കെ കയറി തുടങ്ങാൻ സമയമായി ഏകദേശം. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പള്ളിയുടെ ഫ്രണ്ടിലേക്ക് കിടന്ന് നിന്നു. ഉണ്ടാ അവിടെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കിടന്നു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഇത് കാണാൻ നല്ല രസമുണ്ട്. ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് ഭയങ്കര സെറ്റപ്പാണ്. ഈ സ്മോക്കും അതുപോലെ പേപ്പർ കട്ട് ചെയ്ത് ഇങ്ങനെ ചെയ്യണത്, അതെന്താ പേരെനിക്കറിയില്ല ആ സംഭവം. അത് അടിപൊളിയായിരുന്നു, എല്ലാവർക്കും സന്തോഷമായി. അപ്പോൾ അതൊക്കെ കണ്ട് പള്ളിയുടെ കോമ്പൗണ്ടിലേക്ക് ഞങ്ങൾ തിരിച്ച് കയറി. അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ അമ്പും കാര്യങ്ങളൊക്കെ വരുന്നത് കാണാനുള്ള സെറ്റപ്പിൽ ഞങ്ങളൊരു സൈഡിൽ സ്ഥലം പിടിച്ചു. അപ്പോൾ അവിടെ നിന്ന് ഒതുങ്ങി. അതിനുശേഷം അമ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി ഓരോന്നായിട്ട്. അപ്പോൾ അത് കണ്ട് ആസ്വദിക്കാനുള്ള പരിപാടിയിലാണ് അങ്ങോട്ട് കടന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര തിരക്കാവും, അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ ഓപ്പോസിറ്റ് പള്ളി കോമ്പൗണ്ടിലേക്ക് കയറി. അങ്ങനെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ അമ്പും കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ വന്ന് കയറാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ചു. ശിങ്കാരിമേളം, ബാൻഡ് സെറ്റ് അങ്ങനെയൊക്കെ ആയിട്ട് കുറേ കൊട്ടും പാട്ടൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് അങ്ങനെ ഒരു 12 മണിക്കുള്ളിലെല്ലാം കയറി അവസാനിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങളതൊക്കെ കണ്ട് ആസ്വദിച്ച്. ലൈറ്റുള്ള കുടകളൊക്കെ കണ്ടില്ലേ, അതൊക്കെ വെറൈറ്റിയാണ്. വൈകുന്നേരം നല്ല ഭംഗിയുണ്ട് കേട്ടോ ലൈറ്റുള്ള കുടകൾ കാണാനായിട്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് അവിടെ നിന്ന് പോകാമെന്നുള്ളൊരു അഭിപ്രായം വന്നു. ഇനി അധികം നേരം നിൽക്കാനുള്ള ഇതില്ല. അപ്പോൾ അങ്ങനെ ഇതൊക്കെ കുറച്ച് സെറ്റ് കൂടി കയറാനുണ്ടായിരുന്നു. ഞങ്ങളൊരു 3-4 ടീം കയറി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ച് പോരാനുള്ളൊരു ഇതിലായി. ഇവർക്കൊക്കെ ജുവാനൊക്കെ ഉറക്കം വന്നു തുടങ്ങി, ഇതൊക്കെ പറഞ്ഞു തുടങ്ങി. അപ്പോൾ പതുക്കെ ഞങ്ങൾ അവിടെ നിന്ന് പോരാനുള്ള പരിപാടിയാണ്. അപ്പോൾ തിരക്കൊക്കെ ആയി തുടങ്ങിയിട്ട് അത്യാവശ്യം നല്ല ഫുൾ തിരക്കായി തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ അമ്പുകൾ കയറി തുടങ്ങി, സമയം കഴിഞ്ഞു തുടങ്ങി. അപ്പോൾ ഏകദേശം അങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. ശിങ്കാരിമേളം അവിടെ കാണുന്നത്.
അപ്പോൾ ആ കാണേണ്ട ലെവലിൽ അവിടെ ഇറങ്ങണ സമയത്താണ് ശിങ്കാരിമേളം ടീമുകൾ വന്നത്. അപ്പോൾ അവിടെ കുറച്ച് നേരം അതും കണ്ട് നിന്നു. അത് അടിപൊളിയായിരുന്നു, നല്ല അടിപൊളി തകർത്തടിക്കേണ്ടവർ. അതൊക്കെ നല്ല ഇതിൽ ഇപ്പം ഞങ്ങൾ കണ്ടതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവരുടെ ടീം തന്നെയാണ്. അടിപൊളിയായിട്ട് ബാൻഡ് സെറ്റ് എന്നാലും ചെറിയ ടീമുകളൊക്കെ ആയിരുന്നു, കുഴപ്പമില്ല, എന്നാലും അത്യാവശ്യം നല്ല അടിപൊളിയായിരുന്നു. കണ്ടു നിൽക്കാനുള്ള ഇതുണ്ടായിരുന്നു. ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി അതിന് ശേഷം ഞങ്ങൾ പുറത്ത് നിന്നിട്ടുണ്ട്, അപ്പോൾ ആ ഏരിയയിൽ നിന്നിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇനി വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പം അങ്ങനെ പുറത്തിറങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയിൽ നടന്നു തുടങ്ങിയില്ല. അപ്പോൾ ആ വരുന്ന വഴിയിൽ വീണ്ടും 2-3 സെറ്റ് വരുന്നുണ്ടായിരുന്നു അവിടുന്ന്. അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് അവിടെ വഴിയിൽ നിന്ന് കുറച്ച് നേരം, ഇനി ഇവിടെ നിന്ന് കുറച്ച് നേരം, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അങ്ങോട്ട് കടന്നു പോയി. അങ്ങനെയാണ് ബാൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അവിടെ നിന്ന് കണ്ടു കുറച്ച് നേരം. നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് കണ്ടു. അവിടെയും അടിപൊളിയായിരുന്നു, ബാൻഡ് സെറ്റ് ആയിരുന്നു. ശിങ്കാരിമേളം ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് ഒരു ടീം വന്നുള്ളൂ കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ഒരു ടീം DJ വന്നു, പിന്നെ ശിങ്കാരിമേളം, പിന്നെ ബാൻഡ് സെറ്റ്, പിന്നെ വന്നത് ആ വഴിയിലൊക്കെ വരുന്നതൊക്കെ ബാൻഡ് സെറ്റ് തന്നെയായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് നിന്നു. ഐസ്ക്രീം കഴിച്ചില്ല കേട്ടോ, ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.